നമസ്കാരം. മാരീചനെ കണ്ടു മടങ്ങിയ ദശാനൻ മാരീചനെ ഒരു ദൗത്യം ഏൽപ്പിച്ചല്ലോ. പഞ്ചവടിയിൽ പോയി സീതാദേവിയെ മോഹിപ്പിച്ച് അതിൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും പെടുത്തണമെന്നുള്ള ഒരു ദൗത്യമാണ് രാവണൻ തൻ്റെ അമ്മാവനായ മാരീചനെ ഏൽപ്പിച്ചത്. മാരീചൻ ഒരു മനോഹരമായ രൂപം ധരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു പൊന്മാനിൻ്റെ രൂപമെടുത്തു. പ്രപഞ്ചത്തിൽ അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത അതിമനോഹരമായ ഒരു പൊന്മാൻ. അമ്മാൻ സീതാദേവിയും ശ്രീരാമനും പഞ്ചവടിയിൽ ആശ്രമത്തിൻ്റെ മുൻവശത്ത് ഇരിക്കുകയായിരുന്ന സമയത്താണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഇങ്ങനെ ഒരു പൊന്മാൻ ആശ്രമത്തിന് ചുറ്റും ചാടിക്കളിക്കുന്നതും ആശ്രമത്തിലേക്ക് നോക്കുന്നതുമൊക്കെ സീതാദേവിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. സീതാദേവിക്ക് ആ മാനിനെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ഇതുവരെ ആ നിലയിലുള്ളൊരു മാനിനെ കണ്ടിട്ടില്ല. വളരെ മനോഹരമായിരിക്കുന്നു. സ്വർണ വർണ്ണത്തിലുള്ള മനോഹരമായ ഒരു മാൻകുട്ടി. അപ്പോൾ ഈ മാൻകുട്ടിയെ കിട്ടിയപ്പോൾ സീതാദേവിക്കൊരു മോഹം. വനവാസകാലം അവസാനിക്കാറായി. ഇനി ഏതാണ്ട് 1 വർഷക്കാലമാണുള്ളത്. ഇപ്പോൾ സ്വന്തമാക്കിയാൽ വനവാസം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഇതിനെ കൂടി അയോധ്യയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്നൊക്കെയുള്ള മോഹമായി. സീതാദേവി ശ്രീരാമദേവനോട് പറഞ്ഞു, ആ മാനിനെ നമുക്ക് അതിയായി ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതുപോലൊരു മാനിനെ നാം ഇതുവരെ കണ്ടിട്ടില്ല. നോക്കൂ, എന്ത് ഭംഗിയുള്ള മാനാണ്. നമുക്ക് ഈ മാനിനെ അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ കൊണ്ടുപോകാൻ കഴിയണം. വനവാസകാലം അവസാനിക്കാറായല്ലോ. നമുക്കിതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഏറെ സന്തോഷമായിരുന്നു. അവിടെ കൗസല്യ മാതാവിനും കൈകേയി മാതാവിനും സുമിത്രാ മാതാവിനുമൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. വളരെ മനോഹരമായ ഒരു മാൻ. ഇതുവരെ ആരും കാണാത്തൊരു മാനിനെ നമുക്ക് അയോധ്യയിലേക്ക് കൊണ്ടുപോകാം. ആ മാനിനെ ഒന്ന് പിടിച്ചു തരുന്നു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഇങ്ങനെ കാട്ടിൽ കാണുന്ന ജീവികളൊക്കെ നാം പിടിക്കാൻ പോയാൽ ബുദ്ധിമുട്ടല്ലേ? എന്തിനാണ് വെറുതെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നതെന്ന നിലയിൽ ശ്രീരാമദേവൻ വളരെ അലസമായി പ്രതികരിച്ചു. പക്ഷേ തൻ്റെ ആവശ്യങ്ങൾ എന്തായാലും അംഗീകരിക്കുന്ന, നടത്തിച്ചു തരുന്ന പ്രിയപ്പെട്ടവനാണ് ശ്രീരാമദേവനെന്ന് സീതാദേവിക്കറിയാം. സീതാദേവി വീണ്ടും പറഞ്ഞു, ആ മാനിനെ നമുക്ക് വേണം. അപ്പോൾ ഈ മാനിനെ വേണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു കേട്ടപ്പോൾ ശ്രീരാമദേവൻ ആ മാനിനെ പിടിക്കാനായി അതിൻ്റെ പിന്നാലെ പോയി. മാനിങ്ങനെ മുന്നോട്ട് വളരെ പതുക്കെ ശ്രീരാമദേവൻ അടുത്തെത്തുമ്പോൾ അത് അപ്പുറത്തോട്ട് മാറും. ഇങ്ങനെ തെന്നി 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 ശ്രീരാമൻ അതിൻ്റെ പിന്നാലെ പോയി. ആശ്രമത്തിൽ നിന്നും വളരെ അകലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ മാനിനെ ശ്രീരാമദേവൻ പിടിക്കാൻ തീരുമാനിക്കുമ്പോൾ ലക്ഷ്മണൻ അവിടെ നിന്ന് പറഞ്ഞു,
ജ്യേഷ്ഠ, അത് യഥാർത്ഥ മാനല്ല. അത് നമ്മെ കബളിപ്പിക്കാൻ വേണ്ടി വന്ന ഒന്നാണ്. രാക്ഷസരാണ്, വേഷം മാറി വന്നതാണ്, കബളിപ്പിക്കപ്പെടും. യഥാർത്ഥ മാനല്ല. ലക്ഷ്മണൻ വീണ്ടും പറഞ്ഞു അത് യഥാർത്ഥ മാനല്ല. പക്ഷെ സീതാദേവി പറഞ്ഞു നമുക്ക് മനസ്സിലായല്ലോ യഥാർത്ഥ മാനാണെന്ന്. അപ്പൊ ഇങ്ങനെ ലക്ഷ്മണൻ തടസ്സം പറഞ്ഞിട്ടും സീതാദേവിയുടെ നിർബന്ധം കേട്ട് ആണ് ശ്രീരാമൻ മാനിനെ പിടിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ ലക്ഷ്മണനോട് അവിടെ സീതാദേവിയെ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് മാനിന്റെ പിന്നാലെ പോയി. മാനിങ്ങനെ ആശ്രമത്തിൽ നിന്നും വളരെ വളരെ അകലേക്ക് ഇങ്ങനെ ഓടി ഓടി ഓടിപ്പോയി. അതിൻ്റെ പിന്നാലെ ശ്രീരാമദേവൻ ആശ്രമത്തിൽ നിന്നും വളരെ അകലെയായി. ഈ സമയം ശ്രീരാമദേവന് മനസ്സിലായി ഇത് കബളിപ്പിക്കലാണ് എന്ന് മനസ്സിലായി. കബളിപ്പിക്കലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രീരാമദേവൻ ആ മാനിന് നേരെ അമ്പെയ്തു. അപ്പോഴാണ് രാക്ഷസനായ മാരീചനാണ്. മാരീചൻ ലക്ഷ്മണനും ഒക്കെ കേൾക്കാൻ പാകത്തിൽ ശ്രീരാമന്റെ ശബ്ദത്തിൽ വളരെ ഒച്ചത്തിൽ ലക്ഷ്മണ എന്ന് വിളിച്ച് കരയുന്ന ശബ്ദം. ഒപ്പം ജാനകി ദേവിയെ വിളിക്കുകയാണ്, സീതാദേവിയെ വിളിക്കുകയാണ്. ഈ ശബ്ദം കേട്ട മാത്രമേ തന്നെ ലക്ഷ്മണന് മനസ്സിലായി ഇത് വെറുതെ മായയാണ്, രാക്ഷസ ശബ്ദമാണ്, ശ്രീരാമ ശബ്ദമല്ല. ശ്രീരാമ ശബ്ദം ഇങ്ങനെ ശ്രീരാമനെ അപകടപ്പെടുത്തുവാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയില്ല എന്നുള്ള സത്യം ലക്ഷ്മണൻ അറിയാം. പക്ഷെ സീതാദേവി ശബ്ദം കേട്ടപ്പോൾ ശ്രീരാമദേവൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അനുജ ലക്ഷ്മണ പോയി ജ്യേഷ്ഠൻ രക്ഷിക്കൂ, ജ്യേഷ്ഠൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, പോയി രക്ഷിക്കൂ, കൂട്ടിക്കൊണ്ടുവരൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു ഒരു കാരണവശാലും ദേവി നമ്മുടെ ജ്യേഷ്ഠന് ആ വിധം അപകടം ഉണ്ടാകില്ല. നാം കേട്ടതല്ലേ ശബ്ദം, ദേവൻ നിലവിളിക്കുന്നത്, പോയി കൂട്ടിക്കൊണ്ടുവരൂ, പോയി നോക്കൂ. ഈ വിധത്തിൽ സീതാദേവി ആക്രോശിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഈ സമയം സീതാദേവിയുടെ ആക്രോശം കേൾക്കുക വളരെ അസഹനീയമായ കാര്യമായിരുന്നു ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം. ലക്ഷ്മണൻ എത്ര പറഞ്ഞിട്ടും ദേവിക്കത് മനസ്സിലാകുന്നില്ല. ലക്ഷ്മണൻ തൻ്റെ വില്ലെടുത്ത് ആശ്രമത്തിന് ചുറ്റും ഒരു വര വരച്ചു ചുറ്റുമായി. ദേവി ഒരു കാരണവശാലും ആശ്രമം വിട്ട് പുറത്തിറങ്ങരുത്, ഈ ആശ്രമത്തിന് പുറത്തിറങ്ങിയാലോ പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടില്ല, ആ വരയ്ക്കപ്പെട്ട വരയിൽ നിന്ന് അഗ്നി ഉണ്ടാവും. അതുകൊണ്ട് ദേവി ഇതിനകത്ത് സുരക്ഷിതയായിരിക്കണം എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ നേരെ ശ്രീരാമൻ്റെ ശബ്ദം കേട്ട ഇടത്തേക്ക് വളരെ വേഗം നടന്നുപോയി. അപ്പം ലക്ഷ്മണനും അവിടെ അകലെ പോയി എന്ന് മനസ്സിലായപ്പോൾ ആ ഭാഗത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു രാവണൻ. രാവണൻ ഇങ്ങനെ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് ഇവിടെ ആശ്രമത്തിൻ്റെ മുന്നിൽ വന്നു. അപ്പോൾ ലക്ഷ്മണൻ വരച്ചിരിക്കുന്ന രേഖ ഉള്ളതുകൊണ്ട് രേഖയ്ക്കപ്പുറത്തേക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. രേഖയ്ക്ക് പുറത്തു നിന്നു. രേഖയ്ക്കപ്പുറം കയറാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഇങ്ങനെ തീ ഉയരുന്നത് കണ്ട് രാവണൻ മനസ്സിലായി രേഖ കടക്കാൻ കഴിയില്ല എന്ന്. രാവണൻ കണ്ടിരുന്നല്ലോ, നേരത്തെ ലക്ഷ്മണൻ വരച്ചിട്ട് പോകുന്നത് കണ്ടിരുന്നല്ലോ. രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ നിന്നുകൊണ്ട് ധർമ്മം ചോദിക്കുന്ന നിലയിൽ ഒച്ച വെച്ചു. സീതാദേവി നോക്കിയപ്പോൾ ഒരു ഋഷി, ഒരു സന്യാസി
അവിടെ വന്നു നിന്ന് ധർമ്മം ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് സീതാദേവി ചോദിച്ചു, അങ്ങ് ആരാണ്, എവിടെ നിന്നാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി രാവണൻ പറയാൻ തുടങ്ങിയത്, താൻ ആരാണെന്നോ താൻ എവിടെ നിന്നോ താൻ എങ്ങനെയുള്ള സന്യാസിയാണെന്നോ എന്ന് പറയുന്നതിനപ്പുറമായി രാവണൻ പറയാൻ തുടങ്ങിയത്, ദേവി, നാം ഒരാളിനെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞ് സീതാദേവിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. രാവണൻ അത്ഭുതപ്പെട്ടുപോയി. ഇതുപോലൊരു സൗന്ദര്യധാമത്തെ രാവണൻ കണ്ടിട്ടില്ലല്ലോ. രാവണൻ അത്ഭുതത്തോടുകൂടി ശൂർപ്പണഖ പറഞ്ഞ എത്ര സത്യമായിരിക്കുന്നു. ഇത്രയും മനോഹരിയായ സുന്ദരിയായ ഒരു സ്ത്രീ എന്തിനാണ് വന്ന് ഈ കാട്ടിൽ താപസന്മാരുടെ കൂടെ താമസിക്കുന്നത്? രാവണൻ ആ സീതാദേവിയെ കണ്ടപ്പോൾ തൻ്റെ മോഹം നിയന്ത്രിക്കാനായില്ല. രാവണൻ നേരത്തെ ഒളിച്ചിരുന്ന് കണ്ടതിനേക്കാളും നേർക്ക് നേർ നിന്ന് കാണുകയാണ് സീതാദേവിയെ. സീതാദേവിയെ കണ്ടപ്പോൾ രാവണന് തൻ്റെ മോഹം ശതഗുണീഭവിച്ചു. രാവണൻ ഇങ്ങനെ താൻ ആരാണ്, സന്യാസിയാണ് എന്നൊക്കെ വ്യക്തമാക്കിയതിനപ്പുറമായി രാവണൻ പറയാൻ തുടങ്ങി, ത്രിലോകങ്ങളിലും ശക്തിമാനായ ചക്രവർത്തി, ലങ്ക വാഴുന്ന മഹാൻ, അതിസുന്ദരനായ കരുത്തനായ ഭരണാധികാരി, സർവ്വലോകങ്ങളിലും സർവരാലും ആദരിക്കപ്പെടുന്ന ശക്തിമാൻ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് മുന്നിലൊഴിച്ച് മറ്റാരുടെ മുന്നിലും തോൽക്കാത്ത, മറ്റെല്ലാവരെക്കാളും മുന്നിൽ നിൽക്കുന്ന ശക്തിമാനായ ഭരണാധികാരി. ഈ ഭരണാധികാരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹം വളരെ സ്നേഹസമ്പന്നനും വളരെ നീതിമാനും ധർമ്മിഷ്ഠനും ലോലഹൃദയനുമാണ്. ഈ മട്ടിലൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ സീതാദേവി ചോദിച്ചു, സന്യാസിയെക്കുറിച്ച് അങ്ങ് ആരാണെന്നാണ് നാം ചോദിച്ചത്. അപ്പോൾ വീണ്ടും ഇങ്ങനെ രാവണനെ പ്രകീർത്തിക്കുകയാണ്. ഈ രാവണനെ പ്രകീർത്തിച്ചപ്പോൾ സീതാദേവി പറഞ്ഞു, രാക്ഷസ കുല രാജാവായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ഈ രാക്ഷസകുലത്തെ ആകെ നശിപ്പിക്കുവാൻ തീരുമാനമെടുത്തിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഭർത്താവ് ശ്രീരാമൻ. അയോധ്യാപതിയായ ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രൻ ശ്രീരാമൻ. ഇത് കേട്ടപ്പോഴാണ് രാവണന് മനസ്സിലായത്, ഈ സീതാദേവിയുടെ സ്വയംവരത്തിനാണല്ലോ രാവണൻ പോയതും തോറ്റ് പിൻവാങ്ങിയതും. ശ്രീരാമനാണ് അന്ന് സീതാദേവിയെ പരിണയിച്ചത് എന്ന് രാവണൻ അറിയാം. രാവണൻ സ്വയംവരത്തിൽ പങ്കെടുത്തില്ലല്ലോ, അന്ന് സീതാദേവിയെ കണ്ടതുമില്ല. ഇന്നാണ് സീതാദേവിയെ കാണുന്നത്. അപ്പോൾ രാവണൻ ഇങ്ങനെ ഈ വിധം, ഇതാണല്ലേ ജനക മഹാരാജാവിൻ്റെ മകൾ ജാനകി, സീതാദേവി, ഈ സുന്ദരിയുടെ സ്വയംവരത്തിനാണ് ഞാൻ പോയത്. ഈ സുന്ദരിയെ അന്ന് നമുക്ക് സ്വന്തമാക്കാനായില്ല. ഇപ്പോൾ അതിന് അവസരം വന്നിരിക്കുന്നു. നാം അതിനെ സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്ന് രാവണൻ തീരുമാനിച്ചുകൊണ്ട് വീണ്ടും രാവണൻ്റെ മഹത്വം ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇപ്പം രാവണനൊരു ശാപമുണ്ട്. രാവണന് കടന്നു ചെല്ലുവാൻ
കഴിയാത്ത നിലയിൽ ലക്ഷ്മണരേഖ ഉണ്ട്. പക്ഷേ സീതാദേവിയെ കടന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം സീതാദേവി എന്നല്ല ഒരു സ്ത്രീകളുടെയും ദേഹത്ത് രാവണന് ആ സ്ത്രീയുടെ അനുവാദമില്ലാതെ തൊടാനാവില്ല. ഇത് കാരണം ഒരു ശാപമല്ല, പല ശാപങ്ങളുണ്ട് രാവണൻ ഇതിൻ്റെ പേരിൽ. സ്ത്രീകളെ അകാരണമായി കടന്നു പിടിച്ചതിൻ്റെ പേരിൽ പല ശാപങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് രാവണൻ. ഒരു പ്രധാന ശാപം എന്നത് വേദവതി എന്നൊരു അപ്സരസ്. വേദവതി ഇങ്ങനെ മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടണമെന്ന മോഹത്തിൽ ദീർഘകാലമായി തപസ്സിലായിരുന്നു. അപ്പോൾ വേദവതി ഇങ്ങനെ തപസ് ചെയ്യുന്നത് പലർക്കും അറിയാം. പക്ഷേ രാവണൻ അതുവഴി വരുമ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ അവിടെ ഒരു ഭൂപ്രദേശത്ത് ഏകയായിരുന്ന് തപസ് ചെയ്യുന്നു. ആ സ്ത്രീയെ കണ്ടപ്പോൾ രാവണന് വലിയ മോഹമായി. രാവണൻ ആ സ്ത്രീയെ കയറി പിടിച്ചു. അവരുടെ ദേഹത്തിങ്ങനെ കയറി പിടിച്ച സമയം തന്നെ അവരിങ്ങനെ വേദവതി രാവണനെ ശപിക്കുകയാണ്. അനുവാദമില്ലാതെ തൻ്റെ ദേഹത്തെ കടന്നു പിടിച്ചതിന്. എന്നിട്ട് വേദവതി ശാപവാക്കുകൾ പറഞ്ഞു. നീ എൻ്റെ അനുവാദമില്ലാതെ നമ്മുടെ ദേഹത്ത് കടന്നു പിടിച്ചു. നാം കാരണം തന്നെ നിന്റെ കുലത്തിന് അന്ത്യമുണ്ടാകും. നാം ഇതാ നമ്മുടെ ശരീരം ഉപേക്ഷിക്കുകയാണ്. നീ ഇനി ഏതെങ്കിലും സ്ത്രീകളുടെ ദേഹത്ത് അവർ അനുവാദമില്ലാതെ തൊട്ടാൽ നിന്റെ തല പൊട്ടിത്തെറിച്ചു പോകും. ഇത് പറഞ്ഞ് വേദവതി അവിടെ സ്വയം എരിഞ്ഞടങ്ങുകയാണ് ചെയ്തു. ആ സ്ഥലത്ത് അത് രാവണൻ ഇത് കഴിഞ്ഞ് അങ്ങ് പോയി. രാവണൻ മടങ്ങി വരുമ്പോൾ കാണുന്നത് വേദവതി ജീവനൊടുക്കിയ സ്ഥലത്ത് ഒരു സുന്ദരിയായ ഒരു കുഞ്ഞ് അവിടെ കിടക്കുന്നു. ഒരു പുതിയ നവജാത ശിശു അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. രാവണൻ നോക്കി അതിമനോഹരിയായിരിക്കുന്ന ഒരു കുഞ്ഞ്, വളരെ ഓമനത്വം തുളുമ്പുന്ന ഒരു കുഞ്ഞ്. ഈ കുഞ്ഞിനെ രാവണൻ ഇങ്ങനെ വാരിയെടുത്ത് രാവണൻ അതിനെയും കൊണ്ട് നേരെ ലങ്കയിൽ വന്നു വളർത്താൻ. ലങ്കയിൽ വന്നപ്പോൾ ലങ്കയിൽ കുറച്ച് ദിവസം അവിടെ ലങ്കയിലുണ്ടായിരുന്നു. ഇത് ലങ്കയിലുള്ള സമയത്ത് രാവണൻ ജ്യോതിഷികളെയൊക്കെ വിളിപ്പിച്ച് ഈ കുഞ്ഞിൻ്റെ ജാതകവും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ശ്രമിച്ചു. ആ സമയം ജ്യോതിഷികൾ പറഞ്ഞു, ഈ കുഞ്ഞ് ലങ്കയിൽ ഉണ്ടായാൽ ലങ്ക നശിക്കും എന്നിങ്ങനെ. അതുകൊണ്ട് അതിനെ ഇവിടെ പാർപ്പിക്കരുത്, ഇവിടെ നിന്ന് മറ്റെവിടെയെങ്കിലും മാറ്റണമെന്ന് പറഞ്ഞു. ഇപ്പോൾ രാവണനാണെങ്കിൽ ഈ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹം, വളരെ ഓമനത്വം തുളുമ്പുന്ന ഒരു കൊച്ചു കുഞ്ഞും, അതിമനോഹരിയായ കുഞ്ഞും. രാവണന് പെൺമക്കളുമില്ല. പെട്ടെന്ന് രാവണൻ ആ ഒരു ഭയങ്കരമായ സ്നേഹം തോന്നി. എന്തായാലും രാവണൻ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു പേടകം ഉണ്ടാക്കി ആ പേടകത്തിലാക്കി ഇതിനെ കടലിൽ ഒഴുക്കി വിടാൻ പറഞ്ഞു. ആ കടലിൽ ഒഴുക്കിവിട്ട പേടകമാണ് ജനക മഹാരാജാവിൻ്റെ രാജ്യത്ത് മിഥിലയിൽ അവിടെ കരക്കടിഞ്ഞ് മണ്ണിനടിയിൽ പെട്ട് കിടന്നത്. അവിടുത്തെ നിലം ഉഴുതപ്പോൾ ഈ പേടകം കിട്ടുകയും ആ പേടകം തുറന്നപ്പോൾ ഈ കുഞ്ഞിനെ കിട്ടുകയും ചെയ്തു. നിലം ഉഴുതപ്പോൾ കിട്ടിയതുകൊണ്ടാണ് സീത എന്ന പേരിട്ടത്. അങ്ങനെ ജനക മഹാരാജാവ് വളർത്തിയ കുഞ്ഞാണ് ജാനകി. ഈ വിവരം രാവണനറിയില്ല. ഇതാണ് ജാനകിയുടെ പശ്ചാത്തലം. അപ്പോൾ ഈ ജാനകിയാണ് ശ്രീരാമപത്നിയായി
ഇപ്പോൾ പർണശാലയിൽ നിൽക്കുന്നത്. രാവണൻ ഇങ്ങനെ ഈ ജാനകിയുടെ സൗന്ദര്യം കണ്ടാണ് ആകൃഷ്ടനായി അവിടെ എത്തിയിരിക്കുന്നതും ജാനകിയെ തട്ടിക്കൊണ്ടുപോകണമെന്നുള്ള മോഹത്തിൽ നിൽക്കുന്നത്. രാവണനിങ്ങനെ പല കഥകളും രാവണൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് സീതാദേവി വീണ്ടും ആവർത്തിച്ചു, രാക്ഷസകുലത്തെ നശിപ്പിക്കുവാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയതമൻ ശ്രീരാമൻ്റെ താടകയെ വധിച്ചതും അഹല്യയ്ക്ക് മോക്ഷം നൽകിയതുമായ കാര്യങ്ങളൊക്കെ തന്നെ രാവണനോട് പറഞ്ഞു. അതുപോലെ ഖരദൂഷണാദികളെയും തൃശിരസിരസയൊക്കെ വധിച്ചതും അവരുടെ 14,000 വരുന്ന സേനയെ ഒറ്റയ്ക്ക് നശിപ്പിച്ചതുമായ വിവരങ്ങൾ സീതാദേവി അവിടെ നിന്ന് പറഞ്ഞു. ആ വ്യക്തിയാണ് നമ്മുടെ പ്രിയതമൻ. രാവണൻ വീണ്ടും പറയുന്നു, നീ എന്തിനിങ്ങനെ 2 സന്യാസിമാരായ ആളുകൾക്ക് സന്യാസിമാരുടെ കൂടെ വന്ന് കാട്ടിൽ കഴിയുന്നു? നിനക്ക് എന്നെ കൂടെ ഒപ്പം വന്ന് കൊട്ടാരത്തിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാം. പെട്ടെന്ന് കൊട്ടാരത്തിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാമെന്ന് നാവ് പറഞ്ഞപ്പോൾ സന്യാസി പറയുമ്പോൾ സീതാദേവി ചോദിച്ചു, നിങ്ങൾ ആരാണ്? രാവണൻ പെട്ടെന്ന് രാവണൻ്റെ ഭാവം മാറുകയാണ്. രാവണൻ പറഞ്ഞു, ഞാൻ ദശാനനൻ രാവണൻ, നിന്നെ കൊണ്ടുപോകാനാണ് വന്നത് എന്നുള്ള മട്ടിൽ. ദേവി എന്നോടൊപ്പം വരണം. അപ്പോൾ യഥാർത്ഥ മുഖം പുറത്തു ചാടിയല്ലോ. രാവണൻ ആരാണ് എന്ന് പറയേണ്ടി വന്നു. രാവണൻ്റെ മുഖം പുറത്തു ചാടി. രാവണൻ പിന്നെ അധികം വൈകിച്ചില്ല. പർണശാലയിൽ നിന്ന് സീതാദേവിയെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, സീതാദേവി പുറത്ത് വരത്തില്ല. അപ്പോൾ പർണശാലയ്ക്ക് ചുറ്റും ലക്ഷ്മണൻ വരച്ച വരയ്ക്ക് പുറത്ത് നിന്ന് രാവണൻ ഇങ്ങനെ കൈകൊണ്ട് കുത്തിയിളക്കി പർണശാല കയ്യിലെടുത്തു. എടുത്ത് നേരെ പർണശാലയോടെ പുഷ്പവിമാനത്തിൽ കൊണ്ടുവച്ചു. രാവണൻ്റെ വിമാനമാണ് പുഷ്പവിമാനം. പുഷ്പവിമാനത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. ആവശ്യാനുസരണം വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. ഈ പുഷ്പവിമാനം ആകാശത്ത് പറക്കാൻ കഴിവുള്ള ഒരു പേരാണ്. വിശ്വകർമാവിൻ്റെ സജ്ഞ എന്ന പുത്രി സൂര്യൻ വിവാഹം കഴിച്ചു. സൂര്യൻ്റെ അസഹ്യമായ ചൂട് നിമിത്തം സജ്ഞയ്ക്ക് ഭർത്താവുമൊത്ത് കഴിയാനായില്ല. സജ്ഞ പിതാവ് വിശ്വകർമാവിനോട് ഈ കാര്യം പറഞ്ഞു. വിശ്വകർമാവ് സൂര്യനെ ആളയച്ചു വരുത്തി. ചാണക്കല്ലിൽ ഉരച്ച് തേജസ് ഉറച്ചു. വളരെ ശ്രമിച്ചിട്ടും സൂര്യൻ്റെ 8-1 തേജസ്സെ കുറയ്ക്കാനായുള്ളൂ. ഉരച്ചപ്പോഴുണ്ടായ സൂര്യരേണുക്കൾ വാരിയെടുത്ത് വിശ്വകർമാവ് 4 വസ്തുക്കൾ നിർമ്മിച്ചു. മഹാവിഷ്ണുവിൻ്റെ ചക്രായുധം, ശ്രീ പരമശിവൻ്റെ തൃശൂലം, പുഷ്പക വിമാനം, സുബ്രഹ്മണ്യൻ്റെ ശക്തി എന്ന ആയുധം. വിശ്വകർമാവ് ഇവയെല്ലാം ബ്രഹ്മദേവന് കാഴ്ചവെച്ചു. അതിൽ പുഷ്പവിമാനം വിശ്രവസിൻ്റെ മകനായ വൈശ്രവണന് കുബേരന് സമ്മാനമായി ബ്രഹ്മദേവൻ നൽകി. ആ ബ്രഹ്മദേവൻ നൽകിയ ആ പുഷ്പവിമാനം കുബേരനിൽ നിന്നും രാവണൻ ബലമായി തട്ടിയെടുത്തു. ആ പുഷ്പവിമാനത്തിലാണ് അവിടെ വന്ന് സീതാദേവിയെ ഈ പർണശാലയോടുകൂടി കുത്തിയെടുത്ത് വിമാനത്തിൽ വെച്ച് രാവണൻ വിമാനത്തിൽ കയറി മുന്നോട്ട് നീങ്ങി. സീതാദേവി പർണശാലയിൽ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ വഴിയിൽ ജടായു ഇത് കണ്ടു. ആകാശമാർഗെ പുഷ്പവിമാനം പോകുന്നു. അതിൽ നിന്നൊരു സ്ത്രീയുടെ ശബ്ദം, നിലവിളി കേൾക്കുന്നു. ജടായു വേഗം പറന്നു ചെന്ന് അത് തടയാൻ ശ്രമിച്ചു.
നോക്കിയപ്പോൾ സീതാദേവിയാണ്. ജടായു രാവണനുമായി കടുത്ത യുദ്ധമായി. രാവണൻ്റെ കിരീടമൊക്കെ കൊത്തി താഴെയിട്ട് രാവണനെ തലങ്ങും വിലങ്ങും രാവണൻ ആക്രമിച്ച് രാവണനെ വശം കെടുത്തി. രാവണൻ അതിദയനീയമായി ജടായുവിന് മുന്നിൽ അടിയറ പറയുമെന്നുള്ള സാഹചര്യമെത്തി. അപ്പോൾ പെട്ടെന്ന് രാവണൻ ജടായുവിൻ്റെ ആക്രമണം തടയാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം എത്തിയപ്പോൾ ശ്രീ പരമശിവൻ രാവണന് കൊടുത്തിട്ടുള്ള ആയുധമാണ് ചന്ദ്രഹാസ്ത്രം. അതൊരു വലിയ വാളാണ്. ഈ ചന്ദ്രഹാസ്ത്രം എടുക്കും ഞാൻ എന്നാണ് പലപ്പോഴും രാവണൻ പറയാറുള്ളത്. എനിക്കിഷ്ടമല്ലാത്ത കാര്യം ആരെങ്കിലും ചെയ്താൽ ഞാൻ എൻ്റെ ചന്ദ്രഹാസ്ത്രം എടുക്കുമെന്ന് പറയാം. ചന്ദ്രഹാസ്ത്രം എടുത്താൽ കൊല എന്നുള്ളത് തന്നെയാണ്. രാവണൻ പെട്ടെന്ന് ചന്ദ്രഹാസ്ത്രമെടുത്ത് ജടായുവിനെ ആഞ്ഞു വെട്ടി. ജടായുവിനെ ആഞ്ഞു വെട്ടപ്പോൾ ജടായുവിൻ്റെ ചിറകറ്റ് ജടായു താഴേക്കുന്നു. ഇത് കണ്ട് വിലപിച്ചുകൊണ്ട് സീതാദേവി പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവ് ശ്രീരാമദേവനെ കണ്ട് കാര്യം പറയുന്നതുവരെ ഈ ജടായുവിൻ്റെ ജീവൻ നിലനിർത്തണം എന്ന് പ്രാർത്ഥിച്ച് സീതാദേവി അങ്ങനെ ഒരു വരം കൊടുത്തു ജടായുവിന്. അങ്ങനെ ആ വെട്ടേറ്റ് മരണവുമായി മല്ലടിച്ചുകൊണ്ട് ജടായു താഴേക്ക് വീണു. രാവണൻ പുഷ്പവിമാനത്തിൽ സീതാദേവിയും കൊണ്ട് പറന്നു. ഈ സമയം കാട്ടിൽ ശ്രീരാമദേവനെ അന്വേഷിച്ചെത്തിയ ലക്ഷ്മണൻ കാണുന്നത് ശ്രീരാമൻ മടങ്ങി വരുന്നതാണ്. അപ്പോൾ ലക്ഷ്മണനെ കണ്ട മാത്രമേ തന്നെ ശ്രീരാമൻ ചോദിച്ചു, എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അവിടെ വിട്ടു വരരുതെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ കാര്യം ശ്രീരാമനോട് ലക്ഷ്മണൻ നടന്ന കാര്യം പറഞ്ഞു. ഇത് മാരീചനായിരുന്നു, വേഷം മാറി വന്നതാണ്, വർദ്ധിച്ചു. അപ്പോൾ നടന്നു വരുമ്പോൾ വഴിയിൽ ജടായു കിടക്കുന്നു. ജടായുവിനെ കണ്ടു. ജടായുവിനെ കണ്ടപ്പോൾ ജടായു വെട്ടേറ്റ് മരിക്കാൻ മരണത്തോടെ മല്ലടിച്ച് കിടക്കുകയാണ്. ജടായുവിനെ കണ്ടപ്പോൾ ജടായു കരഞ്ഞുകൊണ്ട് ശ്രീരാമദേവനോടും ലക്ഷ്മണനോടും സീതാദേവിയെ ഇങ്ങനെ പുഷ്പവിമാനത്തിൽ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു. ഇത് കേട്ട് രാവണൻ കാണിച്ച കൃത്യത്തിൽ ശ്രീരാമദേവനും ലക്ഷ്മണൻ സ്തബ്ധമായി നിൽക്കുക. പക്ഷെ ജടായുവിന് സീതാദേവി കൊടുത്ത വരം ഇവരെ കണ്ട് കാര്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ജീവൻ വെടിയാവൂ എന്ന വരം അപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ജടായു മരണപ്പെട്ടു. ഇവർ രണ്ടുപേരും വിരമിച്ചുകൊണ്ട് തങ്ങളുടെ താതൻ്റെ ദശരഥ മഹാരാജാവിൻ്റെ പ്രിയ സുഹൃത്താണ് ജടായു. അച്ഛനെപ്പോലെ തന്നെ ആദരണീയനായ വ്യക്തിയാണ് ജടായു. അപ്പം ജടായുവിൻ്റെ മരണത്തിൽ ദുഃഖം സഹിക്കാനാവാതെ അവർ കുറേയധികം സമയം അവിടെ ചിലവഴിച്ചു. ജടായുവിൻ്റെ എല്ലാ ശവസംസ്കാര ചടങ്ങുകളും യഥാവധി പുത്രസമാനമായി നിന്നുകൊണ്ട് നിർവഹിച്ചു. അവർ അവിടെ നിന്നും സീതയെ അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങി.